ഹായ്, ഞാൻ ഏബിൾ ജിജി ആൻഡ്രൂസ്. ഞാൻ ടെർക്കയിലെ 2025 ബാച്ച് വിദ്യാർത്ഥിയാണ്. സീനിയർ കെയറിലേക്ക് താല്പര്യം തോന്നിയത് എൻ്റെ ഡാഡിക്ക് ഒരു ക്യാൻസർ വരികയും ഞാൻ ഡാഡീനെ ശുശ്രൂഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഡാഡീനെ പരിചരിച്ച ശേഷം എനിക്ക് ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രായമായവരെ എങ്ങനെ പരിപാലിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയും ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ട്രാവൻകൂർ ഫൗണ്ടേഷനെ പറ്റി കേൾക്കുകയും ഇവർക്കൊരു എഡ്യൂക്കേഷൻ വിങ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ട്രാവൻകൂർ എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ ഓൺ ഏജിങ്ങിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന 3 months സർട്ടിഫൈഡ് കോഴ്സ് ഞാൻ പഠിക്കാനിടയായി. ഞാൻ പഠിച്ച കോഴ്സിൽ എനിക്ക് പ്രാക്ടിക്കൽ സെക്ഷനും തിയറി സെക്ഷൻസും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് തിയറി സെക്ഷൻസ് എല്ലാം ഓൺലൈൻ ക്ലാസ് ആയിട്ടായിരുന്നു നടക്കപ്പെട്ടത്. 2 weeksൻ്റെ ഇൻറ്റേൺഷിപ്പിൽ നമുക്കിവിടെ സ്റ്റിമുലേഷൻ ലാബ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ട്രക്യോസ്റ്റമി എന്താണെന്നും IV തെറാപ്പി എന്താണെന്നും നമുക്ക് പഠിച്ച പല കാര്യങ്ങളിലെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഈ ഇൻറ്റേൺഷിപ്പിൽ നമുക്ക് തീർത്തു. കോഴ്സ് കഴിഞ്ഞ ശേഷം ട്രാവൻകൂർ ഫൗണ്ടേഷൻ ഹെൽത്ത് കെയറിൽ എനിക്ക് ജോലി ലഭിക്കുകയും പല എക്സ്പീരിയൻസ് ഉള്ള പല റെസിഡൻസിനെയും എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒത്തിരി എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എനിക്ക് എങ്ങനെ നമ്മൾ ഒരു വ്യക്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡയഗ്നോസിസ് എന്താണെന്ന് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതും അറിയാതെ ട്രീറ്റ് ചെയ്യുന്നതും രണ്ടാണ്. എനിക്ക് ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഒരു ഡിമെൻഷ്യ ഉള്ള ഒരു റെസിഡൻറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇല്ല അവരെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ടെർക്കയിൽ നിന്ന് കിട്ടി. നിങ്ങൾക്കും സീനിയർ കെയർ ആയി ബന്ധപ്പെട്ട ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ ടെർക്ക സജസ്റ്റ് ചെയ്യും.